ബീബിനൊരു പാർട്ട്ണറാണെന്നറിയാം. അല്ല, വേറെ ആരൊക്കെയാ ഉള്ളേ? നമുക്കും ചില കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ടല്ലോ. ഇല്ല മാഡം, നിങ്ങൾക്ക് പണം തരുന്നവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. നിങ്ങൾ മുടക്കം വരുത്തിയ അവർക്ക് നിങ്ങൾക്ക് നോട്ടീസ് വായിക്കാം. എന്നിട്ട് മുടക്കം വരുത്തിയ മറുപടി ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട് തേടി വരാം. പക്ഷേ കടം വാങ്ങിച്ചവന് അവകാശമൊന്നുമില്ല. ഞാൻ ഉത്തരയായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ സ്വാമിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് സ്വാമി സംസാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. അന്ന് ഹരി ജെആറിന്റെ കടക്കാരനല്ലായിരുന്നു, ജസ്റ്റ് എ ഫ്രീ മാൻ. ഇപ്പൊ എങ്ങനെയല്ലല്ലോ. അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നു അല്ലേ? അയ്യോ, പണം ഒരു ട്രാപ്പായിരുന്നു എല്ലാ കാലത്തും. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്. നിങ്ങളെപ്പോലുള്ളവര് തന്നെയാണ് സർ സാധാരണ മനുഷ്യരെ കണ്ണീര് കുടിപ്പിക്കുന്നത്. ഭാവങ്ങൾ ഉണ്ടാകട്ടെ മാഡം, നമ്മുടെ ദൈവങ്ങൾക്ക് പോലും അതല്ലേ ഇഷ്ടം. കൈ കൂപ്പി കരയുന്നവരുണ്ടാവും, അപ്പോഴല്ലേ അനുഗ്രഹത്തിന് വില ഉണ്ടാകൂ അല്ലേ? സ്വാമിയെ ഏൽപ്പിച്ച കാര്യങ്ങള് സ്വാമി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ജെആർ നിങ്ങളെ കാണാൻ വരും, നിങ്ങൾക്കൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എവിടെയാ ജെആർ തങ്ങുന്നത്? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എവിടെയാണെങ്കിലും ജെആറിനൊരു ലക്ഷ്യമുണ്ട്. ഗുഡ് മോർണിംഗ് ജയ. വെരി ഗുഡ് മോർണിംഗ് ഉത്തര. ജെആർ ആരാണെന്നറിയാൻ അന്വേഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ചിലർക്ക് ജെആറിന്റെ പാസ്റ്റ് എന്താണെന്ന് അറിയണം, ചിലർക്ക് ജെആറിന്റെ ഫിനാൻഷ്യൽ സോഴ്സ് എന്താണെന്ന് അറിയണം. അന്വേഷകരോട് എന്തു പറഞ്ഞു ഉത്തര? ഐ ഡോണ്ട് നോ. സത്യത്തിൽ എനിക്കും അറിയില്ലല്ലോ ജെആർ ആരാണെന്ന്. ജെആറിന്റെ ഈ വരവ്, ഇതുവരെ എടുത്തിട്ടില്ലാത്ത നടപടികൾ, ജെആറിനെ പേടിക്കുന്നവരുടെ കണ്ണുകളുടെ ഭയം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജെആർ ഇവിടെ എന്തോ ആണ്. മേ ബി യുവർ പാസ്റ്റ്. മധുര നൊമ്പരക്കാറ്റ്